കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മുനമ്പം വഖഫ് ഭൂമി ലീഗിലെ ഭിന്നത തെരുവിലേക്കും കൂടെ വ്യാപിക്കുകയാണ്. ലീഗ് ഹൗസിന് മുന്നിൽ KM ഷാജി വിഭാഗത്തെ പിന്തുണച്ച് പോസ്റ്ററുകൾ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ലീഗിൽ അങ്ങനെ അധികം സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അതെ, നമുക്ക് ചോദിക്കാം. മിഥില, ഗുഡ് മോർണിംഗ് അഗൈൻ. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ കോഴിക്കോട്, അതും കോഴിക്കോട് ലീഗ് ഹൗസ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ അതിന് മുന്നിലാണ് ഈ പോസ്റ്റർ വന്നിരിക്കുന്നത്. നേരത്തെ KM ഷാജിയുടെ പരാമർശങ്ങൾ, പരസ്യ പ്രതികരണങ്ങളൊക്കെ തന്നെ അതും ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അതിൽ വിവാദമായതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ET മുഹമ്മദ് ബഷീർ ഏതാണ്ട് സമാനമായ പ്രതികരണം നടത്തി നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു പോസ്റ്റർ? ആ പോസ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രജിൻ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആസ്ഥാനമാണ് കോഴിക്കോട്ടെ ഈ ലീഗ് ഹൗസ്. ഈ ലീഗ് ഹൗസിൻ്റെ ചുമരിൽ മുഴുവനാണ് ഇപ്പോൾ ഒരു പോസ്റ്ററല്ല, ഈ ഒരു ഗേറ്റിൽ മുഴുവൻ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഈ ഒരു ഗേറ്റിൽ മുഴുവൻ പോസ്റ്ററാണ്. ഇതിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും കടുത്ത വിമർശനമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൽ പറയുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലെ കളിപ്പാവയാവരുത് മുഷാവറ. വഖഫ് സ്വത്ത് കട്ടെടുത്തവരെയും കൂട്ടുനിന്നവരെയും സമുദായം വെറുതെ വിടില്ല. പ്രത്യേകിച്ച് ഇന്ന് മുഷാവറ യോഗം ചേരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ലീഗ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും ഇത്തരത്തിൽ കടുത്ത വിമർശനവുമായി പോസ്റ്ററുകൾ ലീഗ് ഹൗസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ലീഗ് ഹൗസിന് മുന്നിൽ മാത്രമല്ല, കോഴിക്കോട് ലീഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓഫീസുകളിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളുണ്ട്. KM ഷാജിയെ അനുകൂലിച്ചുകൊണ്ടാണ്. കാരണം വഖഫ് സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വഖഫ് ഭൂമി വിഷയത്തിൽ കാരാത്തോട്ടെ മുതലാളിമാരുടെ കുതന്ത്രങ്ങൾ സമസ്ത മുഷാവറ തിരിച്ചറിയുക. ബാർ മുതലാളിമാരെയും റിസോർട്ട് മാഫിയകളെയും തൃപ്തിപ്പെടുത്താനല്ല, സമുദായ താല്പര്യം സംരക്ഷിക്കാനാണ് പാർട്ടി വേണ്ടത്. മറ്റൊന്ന്, VD സതീശനെതിരെ വിമർശനമുണ്ട്. VD സതീശനെതിരായ വിമർശനം എന്നത്, മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കുക എന്നാണ്. ഞാനും അപ്പൻ തമ്പുരാനും സുഭദ്രയും പോലെ ലീഗ് ഒരു തറവാട് ട്രസ്റ്റ് അല്ല, ഒറ്റയ്ക്കൊരാളും പടുത്തുണ്ടാക്കിയതുമല്ല ഈ ലീഗ് എന്നത് പറയുന്നു. ഒറ്റുകാർ വഴിമാറുക, പുതുതലമുറ പാർട്ടിയെ നയിക്കട്ടെ, ബിനാമി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഫത്വ തേടി വരുന്ന രാഷ്ട്രീയക്കാരുടെ ചതിക്കുഴികൾ പണ്ഡിതന്മാർ തിരിച്ചറിയുക. അങ്ങനെ കടുത്ത രീതിയിലുള്ള ഒരു വിമർശനമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, മുനവറലി തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ. അതായത് ഒരു തലമുറ മാറ്റം ഈ ഒരു പോസ്റ്ററിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ മാറ്റി മുനവറലി തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ എന്നുകൂടി ഈ ഒരു പോസ്റ്ററുകളിലൂടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുനമ്പത്തെ ഭൂമി ഈ വിഷയത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മുഷാവറ യോഗം, പ്രത്യേകിച്ച് മുഷാവറ യോഗം ഇന്ന് എന്തു തന്നെയായാലും ഈ ഒരു മുനമ്പം വിഷയം കൂടി ചർച്ച ചെയ്യാനിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന കോഴിക്കോട്ടെ ലീഗ് ഹൗസിൻ്റെ ഈ ഒരു മതിലിന് മുകളിൽ അല്ലെങ്കിൽ ഗേറ്റിന് മുകളിൽ ഇങ്ങനെ ഒന്നല്ല നിരവധി പോസ്റ്ററുകൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ലീഗിൽ ഇത്തരം പോസ്റ്ററുകൾ സാധാരണ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ഇത്തരത്തിൽ ലീഗിൽ പോസ്റ്ററുകൾ, നമ്മൾ കോൺഗ്രസിലൊക്കെ എല്ലാം നമ്മൾ ഇത്തരത്തിൽ പോസ്റ്ററുകൾ കാണുന്നുണ്ടെങ്കിലും ലീഗിൽ ഇത്തരം പോസ്റ്റർ യുദ്ധം ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അത്തരം കാണാറില്ല നമ്മൾ. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി ഇപ്പോൾ ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ലീഗ് ഹൗസിൻ്റെ ചുമരുകളിൽ മുഴുവൻ അല്ലെങ്കിൽ ഗേറ്റിൽ മുഴുവൻ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. VD സതീശനെതിരെ വിമർശനം, ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വിമർശനം, PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുനവറലി ശിഹാബ് തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ എന്ന ഒരു ആവശ്യം കൂടി ഇവർ പോസ്റ്ററിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ബാഫക്കി സ്റ്റഡി സർക്കിൾ എന്ന ഒരു ഇതിൻ്റെ പേരിലാണ്, അവരുടെ പേരിലാണ് ഇപ്പോൾ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. ബാഫക്കി സ്റ്റഡി സർക്കിളിൻ്റെ പേരിലാണ്. ഇത് ആരാണ് ചെയ്തത് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിരുന്നാൽ പോലും ഇന്ന് രാവിലെ ഇത്തരത്തിൽ ലീഗ് ഹൗസിലും മാത്രമല്ല ലീഗുമായി ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലും സമാനമായ പോസ്റ്ററുകൾ. മിഥില, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ പരസ്യമായി അപൂർവമായി മാത്രം ലീഗിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ, അത് ലീഗ് ഹൗസിന് മുന്നിൽ മുഴുവൻ ഉള്ള പോസ്റ്റർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അത് കാണുന്നുണ്ടാവും. ഒപ്പം തന്നെ ഈ കോൺഗ്രസും ലീഗുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും. മറ്റൊന്ന്, ലീഗിലെ ഒരു തലമുറ മാറ്റം ആവശ്യപ്പെട്ടിട്ടുള്ള മുറവിളികൾ കൂടിയുണ്ട്. എത്രത്തോളം തലവേദനയാകും ലീഗിനത്? തീർച്ചയായും ക്രിസ്റ്റീന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാഴ്ചയാണ്. പ്രത്യേകിച്ച് നേതൃത്വത്തിനെതിരെ ഇത്തരം ഒരു പോസ്റ്റർ വരിക എന്നത്. നമുക്ക് ഈ പോസ്റ്ററുകളിലെ വാക്കുകൾ തന്നെ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, കുട്ടിയുടെ കയ്യിലെ കളിപ്പാവയാവരുത് മുഷാവറ, വഖഫ് സ്വത്ത് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതായത് KM ഷാജിയെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്.
മുൻപത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് കഴിഞ്ഞ ദിവസം പോലും കെ എം ഷാജി എടുത്തു പറഞ്ഞതാണ്. അതേസമയം കൃത്യമായ ലീഗ് നിലപാട് മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്ന് ലീഗ് നിലപാട് വ്യക്തമാക്കിയതാണ്. ലീഗിന്റെ നിലപാട് എന്നത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരും വഖഫ് ബോർഡുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവർ ഉചിതമായ ഒരു തീരുമാനമെടുക്കും, ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എങ്ങനെയാണ് ഈ കീറാമുട്ടി ലീഗ് പരിഹരിക്കുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.